പെണ്ണുങ്ങളോട് സലാം പറയാന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഹറമായ ആളുകളോട് സലാം പറയുന്നതിന് തെറ്റില്ല. ഉദാഹരണം, ഇപ്പൊ നമ്മുടെ ഉമ്മാനോട് സലാം പറയാം, ഉമ്മാക്ക് മുസാഫഹത്ത് ചെയ്യാം, തലയിൽ ചുംബനം കൊടുക്കാം, ഒന്നും പ്രശ്നമല്ല. അതേപോലെ ഭാര്യയോടും പറയാം, പറയുകയും വേണം. യാത്രയൊക്കെ പുറപ്പെട്ടു പോരുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അവരോട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുക, ഇതൊന്നും തെറ്റില്ല. അതേപോലെ പെങ്ങളോട് പറയാം. അതുപോലെ തന്നെ ഇളയമ്മ, മൂത്തമ്മ, അതായത് ഉമ്മാന്റെ ഉണ്ടല്ലോ, അവരോട് പറയാം. അതുപോലെ തന്നെ വാപ്പാന്റെ സഹോദരിമാർ, അമ്മായി എന്ന് നമ്മൾ പറയുന്നു, അവർക്കും ഒക്കെ ആള് മാറി പോകേണ്ട. അമ്മായി എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ സഹോദരി, അവർക്കും സലാം പറയാം, കൈ പിടിക്കുക, ഇതിനൊന്നും പ്രശ്നമില്ല. അതേപോലെ തന്നെ നമ്മൾ കെട്ടുബന്ധം കൊണ്ട് വന്ന നമ്മുടെ ഭാര്യയുടെ ഉമ്മ, അവരോട് സലാം പറയാം. ആ ഉമ്മാന്റെ ഉമ്മാനോടും പറയാം, ആ ഉമ്മാന്റെ ഉമ്മാനോടും. അത് അങ്ങനെ അങ്ങോട്ട് മേപ്പോട്ട് പോയാൽ അവരോടൊക്കെ പറയാൻ പറ്റും, അതൊന്നും കുഴപ്പമില്ല കാര്യമില്ല. പിന്നെയോ സലാം പറയാൻ പറ്റുന്ന സ്ഥലങ്ങൾ പിന്നെ പ്രവാചകന്റെ ഹദീസുകളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. പ്രവാചകന്റെ കാലത്ത് പ്രവാചകൻ പോയിരുന്ന വീട്ടിലേക്ക് സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും പോയിരുന്നു. അതൊരു വയസ്സായ സ്ത്രീ ആയിരുന്നു, അവരോട് സലാം പറഞ്ഞിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഹദീസ് എടുത്തിപ്പോൾ വിശദീകരിക്കുന്നില്ല. മാത്രമല്ല ഇമാം നവവി തങ്ങൾ തന്റെ അദ്കാറിൽ ആ വിഷയം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ കാണാം, പെണ്ണ് വൈൻകാനത്ത് അജൂസൻ, അജൂസ് എന്ന് പറഞ്ഞാൽ കിളവി, പ്രായാധിക്യം ചെന്നവരാണ്. ലാ യഫ്തത്തിന്ന ബിഹ, അവരെ കൊണ്ട് ഒരു ഫിത്തനയില്ല. അജൂസ് ആണെങ്കിലും ചിലപ്പോൾ പ്രായധിക്യം ചെന്നതാണെങ്കിലും ചിലപ്പോൾ ഫിത്തന ഭയപ്പെടും, കുഴപ്പമുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ സലാം പറയരുത്. അതില്ലാതെ വന്നാൽ ജാദ അൻ തുസല്ലിമ അലർ റജുലി എന്നാണ്, പുരുഷന്റെ മേൽ അവർക്ക് സലാം പറയുന്നത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടു. ഇനി അലർ റജുലി, പുരുഷന്റെ മേൽ അനുവദനീയമാണ് റദ്ദു സലാമി അലൈഹ, ഇനി ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ മടക്കുകയും ചെയ്യാം. ഇനി പെണ്ണുങ്ങൾ ജംഅൻ ആണ്. ഇതാ കാനത്തിൻ നിസാഉ ജംഅൻ, ഒരു കൂട്ടം പെണ്ണുങ്ങളുണ്ട്. ഫയുസല്ലിമു അലൈഹിന്ന, അവരുടെ മേൽ സലാം പറയാം. യുസല്ലിമു അലൈഹിന്ന റജുല, പുരുഷനക്ക് എന്താക്കാം, അവരുടെ ആ ജമാ ആയിട്ട് ഒരു കൂട്ടം പെണ്ണുങ്ങൾ പോകുമ്പോൾ പിന്നെ അവിടെ ഫിത്തന ഭയപ്പെടേണ്ടതില്ലല്ലോ, അപ്പൊ ആ നിലക്ക് അവരോട് സലാം പറയാം. ഇനി റിജാല്, അതായത് പുരുഷന്മാർ ഒരുപാടുണ്ട്, അങ്ങനെ എന്താക്കി അവർ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. ഒരു 5-8-10 ആണുങ്ങൾ പോകുമ്പോൾ ഒരു പെണ്ണ് ഒരു സൈഡിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സലാം പറയുന്നതിന് കുഴപ്പമില്ല, അവിടെയും ഫിത്തനയില്ല. കാരണം ഇവിടെ ഒരാൾ പറഞ്ഞാലും ഈ പറയുന്ന ഒരു കൂട്ടം പെണ്ണുങ്ങളാണ്. പക്ഷെ അതൊക്കെ അനുവദനീയമാണെന്ന് ഫിഖ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ഹെഡിങ്ങിൽ മനസ്സിലാക്കണം, എന്ത് ഫിത്തന വരുന്നു എന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന്. അങ്ങനെ ഇല്ലെങ്കിലാണ് ഈ പറഞ്ഞൊക്കെ ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പാട് കൂടിയിട്ട് കിതാബിന്റെ ഇബാറത്ത് ഇദാരം നഖഫ് അലൈഹി വല അലൈഹിന്ന വല അലൈഹ അലൈഹിം ഫിത്തന എന്നാണ്. ഒന്നുകിൽ ആ ജമാഅയായ പെണ്ണുങ്ങളുടെ മേല്, അല്ലെങ്കിൽ ഈ പുരുഷന്റെ മേല്, അതല്ലെങ്കിൽ പിന്നെ ആ പെണ്ണിന്റെ മേല്, ഇങ്ങനെ ഇവരെടുത്തൊന്നും ഇതുപോലത്തെയുള്ള പ്രശ്നം, അതായത് പിന്നെ ഫിത്തന അവിടെ വരുന്നില്ല എങ്കിൽ അവരോട് സലാം പറയുന്നതിന് കുഴപ്പമില്ല. ഇനി നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവിടെ സലാം പറയണം എന്നാണ്. അതായത് അവിടെ ഇപ്പോൾ പെണ്ണുങ്ങളും കുട്ടികളും ആയിരിക്കും അതിന്റെ അകത്തുണ്ടാകുന്നത്. അപ്പോൾ നമ്മളുടെ മേലൊരു കടമയാണ് അസ്സലാമു അലൈക്കും അല അഹ്ലിൽ ബൈത്ത് എന്ന് പറഞ്ഞിട്ട് സലാം പറയണം. വീട്ടിന്റെ അഹലുകാരെ, നിങ്ങൾ അവരുടെ പെണ്ണിനെ ഉദ്ദേശിച്ചുകൊണ്ടല്ല, അത് ആ വീട്ടിലേക്ക് ഇസ്തിഗ്ദാനം ചെയ്യുക എന്ന അടിസ്ഥാനത്തിലാണ് സലാം പറയുന്നത്. അതേപോലെ പറയാം. അതേപോലെ സമയത്ത് ഒരു അന്യ പെണ്ണാണ് ഒരു അന്യ ആണുമാണ് സ്വന്തമായിട്ടാണ് വരുന്നത് എങ്കിൽ, അവർ യുവാക്കളും ആയിട്ട് വരുന്നു എങ്കിൽ ഒരു കാരണവശാലും ശറഅ് അതിന് അംഗീകാരം തന്നിട്ടില്ല. അവിടെ ഫിത്തന ഭയപ്പെടുകയോ ഇല്ലയോ എന്നതല്ല, ആ ഒരു ബാബ് അടച്ചുകൊണ്ടാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം നമുക്ക് ശറഇന്റെ നിയമം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി ഹദീസുകളിൽ നിന്നും അതുപോലെ പ്രവാചക ചര്യകളിൽ നിന്നും അതുപോലെ തന്നെ അതിനെ മനസ്സിലാക്കിയിട്ട് ആധാരമാക്കിയിട്ട് വന്ന ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സംശയത്തിന്റെ ആ ഒരു ഭാഗത്തെ മാത്രം സ്പർശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. മറ്റു വിശദ വിവരം ഞാൻ മുമ്പൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരുമായിരിക്കും. നിങ്ങൾ സംശയത്തിന്റെ ആ ഭാഗം സ്പർശിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞു എന്ന് തോന്നുന്നു. വല്ല അവ്യക്തതയും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അറിയിക്കുക, നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വാസ്തവത്തിൽ ഒരായത്തിന്റെ മാന ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ അതിന്റെ ജവാബിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ഖുർആനിൽ കാണാലോ, ലാ തബ്ദീല ലി ഹുക്മില്ല എന്നാണ്. അള്ളാഹുവിന്റെ ഹുക്കുമുകളെ തബ്ദീൽ ചെയ്യപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ശരീഅത്ത്, ആ ശരീഅത്തിന്റെ നിയമവ്യവസ്ഥകൾ, അത് ലോകത്തിന് മാതൃകയാണ്. അത് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം എന്ന നമുക്ക് മാത്രമല്ല, ലോകത്ത് എല്ലാവർക്കും അതിൽ സത്യസന്ധമായി വിലയിരുത്തുകയാണെങ്കിൽ ഗുണപാഠം തന്നെയാണ്, ഗുണം തന്നെ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായി ഇന്നത്തെ ആധുനിക സയന്റിസ്റ്റിന്റെ ഒക്കെ ഗവേഷണവും പരീക്ഷണവും ഒക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുഗവും കൂടിയാണ്. അപ്പൊ ആദ്യം ആ ഒരു ആയത്തിന്റെ താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. അള്ളാഹുവിന്റെ ഹുക്കുമിനെ തബ്ദീൽ ചെയ്യപ്പെടുകയില്ല, ഇതാണ് അവിടെ നിൽക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആ വിഷയത്തിന്റെ ജവാബിലേക്ക് ഇങ്ങോട്ട് വരാം. വാസ്തവത്തിൽ സലാം പറയൽ സുന്നത്തേ ഉള്ളൂ, മടക്കൽ നിർബന്ധമാണ്. അങ്ങനെയാണ് ചില കാര്യങ്ങൾ പറയുന്നതിനെക്കാട്ടിലും അതിന്റെ മടക്കലിലേക്ക് നിർബന്ധം വരുന്ന കൂട്ടത്തിൽ 1-ാം നമ്പറിൽ നിൽക്കുന്നത് തന്നെ സലാമാണ്. സലാമിനെ നമ്മൾ പറഞ്ഞൊരാളുടെ അതിനെ മടക്ക എന്നുള്ളത് കേട്ട ആളുടെ മേൽ നിർബന്ധമാണ്. അത് കേൾപ്പിച്ചുകൊണ്ട് പറയലും വുജൂബാണ്. അങ്ങനെയാണ് അത് ചിന്തിക്കേണ്ടത്. കേൾപ്പിച്ചുകൊണ്ട് തന്നെയാണ് പറയേണ്ടത്. പിന്നെ ആ പറക്കിൽ വേണ്ടത് എവിടെയാണ്? ഇന്ദൽ മുലാഖാത്ത്. ഈ വിഷയം വളരെ
വിശദമായിട്ട് ഹദീസിന്റെ പഠനത്തിൽ ഏറ്റവും ഔന്നത്തിൽ നിൽക്കുന്ന ഒരു കോളേജാണല്ലോ ദിയോബന്ദ്. ഈ എളിയവൻ അവിടെയാണ് പഠിച്ചത് ബിരുദം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഹദീസിൽ മാത്രം മുഴുകിക്കൊണ്ടുള്ള ഹദീസിന്റെ ആ ഒരു പശ്ചാത്തലങ്ങളെ കൊണ്ടൊക്കെ നല്ലവണ്ണം അതിൽ മുഴുകി ജീവിക്കുന്ന ഉലമാക്കൾ അവിടെ കാണാൻ സാധിക്കുന്നു. അപ്പൊ സലാമിനെ കുറിച്ചുള്ള ഒരു ചർച്ച ഇത് വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അവിടുത്തെ ഒരു ഉസ്താദ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ആ ഒരു ശൈലി എന്റെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുക. കാരണം സലാം എന്ന് പറഞ്ഞാൽ ഇന്ദൽ മുലാഖാത്ത് എന്നാണ് നമ്മുടെ കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും. കണ്ടുമുട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞു. ഇന്ദൽ മുലാഖാത്തിന്റെ സമയത്താണ്. അപ്പൊ ഈ മുലാഖാത്താണ് അവിടെ അനുവദനീയം അല്ല എന്നതും ജായിസ് അല്ല എന്നതും സുന്നത്തിന്റെ എതിരും ഒക്കെ വരുന്നത് ഈ ഒരു മുലാഖാത്ത് എന്ന ആ ഒരു പദത്തിന്റെ താല്പര്യത്തിൽ നിൽക്കുമ്പോഴാണ്. മനസ്സിലാക്കണം വ്യക്തമായിട്ട്. അപ്പോ മുലാഖാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വഴിയിൽ റോഡിന്റെ ഒരു സൈഡിലൂടെ നടന്നു പോകുന്നു. മറ്റൊരാൾ നമ്മൾ മുലാഖാത്തും ചെയ്തിട്ടില്ല, അയാൾ അപ്പുറത്തെ റോഡിൽ അങ്ങോട്ട് നടന്നു പോകുക. അപ്പൊ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് കൈ പൊക്കിയിട്ട് സലാം പറഞ്ഞു കൊടുക്കുന്ന സുന്നത്തില്ല. അങ്ങനെയാണ് നമ്മൾ നേരിട്ട് കണ്ടുമുട്ടുകയും അപ്പോൾ അതിന്റെ ഒരു ഗൗരവവും അതിന്റെ ഒരു പ്രാധാന്യവും ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഗുണവും പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു വലിയ ഒരു മഹത്തായ ഇബാദത്താണത്. കാരണം അള്ളാഹുവിന്റെ പേരിനെയാണ് നാം അതിന്റെ കൂടെ ഉച്ചരിക്കുന്നത്. അസ്സലാമു അലൈക്കും ഹുവല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദത്തി റഹ്മാനുർ റഹീം ഹുവല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ആ പേര് സലാം എന്ന പേരിനെയാണ് കൊടുക്കുന്നത്. മാത്രമല്ല ആ കൊടുക്കുന്ന ആളുടെ അടുക്കലുണ്ടാവുന്ന 2 മലക്കുകൾ അടക്കം ഇങ്ങോട്ട് സലാം പറയുമ്പോൾ നമുക്കൊരു 3 സലാമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ മാത്രമല്ല നമ്മുടെ ആയുസ് വർദ്ധിക്കാനും നമ്മളിൽ ഐക്യമുണ്ടാവാനും ഇൽഫയുണ്ടാവാനും മനസ്സിനൊരു മബസൂത്തിയത്ത് കിട്ടാനും ഒക്കെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അഫ്ഷുസലാം എന്നാണ്. സലാമിനെ പരത്താനാണ് പ്രവാചകന്റെ കൽപ്പന ഉണ്ടായത് എന്നും കൂടി നമുക്കറിയാലോ. അപ്പോൾ ആ സലാം മുലാഖാത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇനി അവിടെ നിന്നിട്ടൊന്ന് ചർച്ച ചെയ്യാം. ഈ മുലാഖാത്ത് വന്നപ്പോഴാണ് ഈ പറഞ്ഞ ചർച്ചകളെല്ലാം നമ്മുടെ ഫിഖഹിന്റെ മദ്ഹബിന്റെ ഉലമാക്കൾ നമുക്ക് അതിന്റെ രേഖകൾ അതിന്റെ രീതികൾ നമുക്ക് പഠിപ്പിച്ചെന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതൊക്കെ മനസ്സിലായി ഇല്ലേ? അപ്പോ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ പോകുന്ന സമയത്ത് ഒരു പെണ്ണ് സലാം പറഞ്ഞാൽ മടക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ്. ഒരു കൂട്ടം ആളുകളാണ് തിരിച്ചൊരു പെണ്ണാണ് സലാം പറഞ്ഞത് എങ്കിൽ ആ സലാമിനെ മടക്കണം. പിന്നെ ഒരാണും ഒരു പെണ്ണും എന്നത് അത് സുന്നത്ത് ഇല്ല എന്ന് തന്നെയാണ് നമ്മുടെ ഫിഖ് നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നത്. അന്യ ആണുങ്ങളും അന്യ പെണ്ണുമാകുമ്പോൾ അവിടെ തെറ്റാണ്. അതേ സമയത്ത് ഒരു കിളവിയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ വർദ്ധിക്കെത്തിച്ചൊരു കിളവിയാണ്. അത് പറഞ്ഞപ്പോഴും അവിടെ വീണ്ടും ഇമാം നവവി തങ്ങൾ അദ്കാറിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്ത്, അവിടെയും ഫിത്ന ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ ഒരു സലാമും കൊണ്ട് മറ്റു വല്ല ദുരുദ്ദേശങ്ങളോ മറ്റു വല്ല ചിന്തകളോ ഒക്കെ മനസ്സിൽ കടന്നുകൂടുന്നു എങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ അറിയില്ല പടച്ചവനിക്ക്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ചുറ്റുപാട് അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു വാർദ്ധക്യം എത്തിയ സ്ത്രീക്കും സലാം പറയണ്ട എന്നാണ് നമുക്ക് പഠിപ്പിച്ചത്. വളരെ ചിന്തിക്കുക, വളരെ മനസ്സിലാക്കുക. അപ്പോൾ ഒരു അന്യ പെണ്ണിനുമായിട്ട് ഒരു അന്യ ആണുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ നമുക്ക് സുന്നത്തില്ല. അതേ സമയത്ത് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു വീട്ടിനകത്ത് പെണ്ണായിരിക്കും കുട്ടികളുണ്ടായിരിക്കും. അവിടെ നമ്മൾ അവരെ മുലാഖാത്ത് ചെയ്തിട്ടില്ല. അവിടെ ഇസ്തിഗ്ദാനി എന്ന അടിസ്ഥാനത്തിൽ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ബൈത്ത് വീട്ടിന്റെ അഹലുകാരെ എന്നുള്ള ഒരു അഭിസംബോധനം കൊണ്ട് സലാം പറയാം. അവരെ നമ്മൾ കാണാത്ത ആ ഒരു അവസ്ഥയിൽ അതും നമുക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. നേരിട്ട് കണ്ട് മുലാഖാത്തിന്റെ സമയത്ത് നമുക്ക് അത് സുന്നത്തായിട്ട് പറഞ്ഞിട്ടില്ല എന്നതാണ് അതിന്റെ വ്യക്തമായ മസല. അങ്ങനെ തന്നെയാണ്. അതേ സമയത്ത് കാരണം ഒന്ന് ചിന്തിക്കുക. കാരണം അവിടെ സലാം ഇങ്ങോട്ട് പറഞ്ഞു എന്ന് ഇനിയിപ്പോ ഇങ്ങോട്ട് സംശയം നിൽക്കുന്നത് എങ്ങനെയാണ്? ആ പെണ്ണ് ഇങ്ങോട്ട് സലാം പറഞ്ഞു എങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു എന്നതാണ് അവിടെ സങ്കല്പിക്കുക. അപ്പോൾ അവിടെ സുന്നത്തില്ല എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. ഒരു കാര്യം ചെയ്യൽ സുന്നത്തും സുന്നത്തില്ലാതിരിക്കുകയും മനസ്സിലാക്കുന്ന സ്ഥലത്ത് ഇവിടെ സുന്നത്ത് നമുക്ക് ഇല്ല. അപ്പൊ വുജൂബ് ഏതായാലും ഇല്ലല്ലോ. അപ്പോ ഇങ്ങനെ ഒരു പെണ്ണ് വന്നു. അപ്പോ ആ ഒരു ആദത്തും ഒരു ഉറുഫും നടക്കുന്ന ഒരു ചുറ്റുപാടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ വിദേശത്തൊക്കെ ഇപ്പോ ഞാൻ ഒമാനിലാണ്, ഇപ്പൊ UAE അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു മജ്‌ലിസിലോ അല്ലെങ്കിൽ മറ്റോടത്ത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു പെണ്ണിന്റെ കാര്യം വന്ന് സലാം പറഞ്ഞിട്ട് അത് അവരുടെ അഭിസംബോധനത്തിന്റെ ഒരു ഇഹ്തിറാമിന്റെ ഒരു വഴിയും കൂടിയായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ ഒരു ഉറുഫാണത്. ഉറുഫ് എന്ന് പറയാം. ഉറുഫിനെ പെട്ടെന്ന് നമ്മൾ അവഗണിക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഉറുഫിനെ അത് ഇവിടെ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്നത് അവിടെ ഒരു ഫിത്ന എന്നുള്ളൊരു വഴി അവിടെ കാണുന്നില്ല. അവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുന്നതാണ്. അത് ഒരു ഉറുഫാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ശരീഅത്തിന്റെ നിയമം ഏത് അന്യ പെണ്ണും അന്യ ആണുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അവര് സലാം പറയൽ സുന്നത്തില്ല. അപ്പൊ പക്ഷെ ഇവിടെ ഒരു ഉറുഫ് ഇങ്ങനെ നടക്കുന്നു എന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ സലാം പറഞ്ഞാൽ മുലാഖാത്തിനോ നിന്ന് സംസാരിക്കാനോ ഒന്നും തിരിയാതെ അവരുടെ ആദത്തിനെ അവഗണിക്കണ്ട എന്ന നിലക്ക് ഒരു ജവാസ് നമുക്ക് അവിടെ ഉണ്ട്. സുന്നത്തില്ല. നമുക്ക് പെട്ടെന്ന് വലൈക്കും സലാം എന്ന് പറഞ്ഞ് നമുക്ക് എന്താവാം അവിടുന്ന് മാറാം. അത് നിന്നിട്ട് വീണ്ടും സംസാരിച്ച് അവിടെ മറ്റുള്ള ഇതിനൊന്നും പോവേണ്ടുന്നില്ല. അത്
നമുക്ക് തെറ്റായിട്ട് വരും. അപ്പൊ ആ ഉറുഫിനെ പരിഗണിക്കുന്ന രീതിയിൽ ആ ജവാസ് കൊണ്ടുവരാമെന്ന് മാത്രം. ഇനി അവിടെയും ഒരു ഫിത്ന വരും എന്നുള്ളത് പ്രത്യക്ഷത്തിൽ കാണുന്നു എങ്കിൽ ഒരിക്കലും പാടില്ല എന്ന് തന്നെയാണ്, ഒരിക്കലും പാടില്ല. ഇപ്പോൾ ഇങ്ങനെ ആ കാര്യത്തെ നമുക്ക് വിലയിരുത്തപ്പെടാൻ സാധിക്കും. പിന്നെ നിങ്ങൾ രണ്ടാമത് കണ്ട മുസാഫാത്താണ്. നമുക്കറിയാലോ, ഇപ്പോൾ ഇവിടെ അടുത്ത് ഓക്സ്ഫോർഡ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു, അവിടെയുള്ള കുറച്ച് കുട്ടികളെ പട്ടാളത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അതിൽ 100 കുട്ടികളെ വിളിച്ച് അതിൽ 70-80% കുട്ടികളും അതിന് പറ്റാത്തവരായി പോയി എന്നാണ്. അതിനുള്ള കാരണം കണ്ടെത്തിയ എന്താ, അവിടെ ബോയ്സ് ഗേൾസ് മിക്സ് ആയിട്ട് പഠിക്കുന്നത് കൊണ്ട് ഈ കുട്ടികളുടെ മസ്തിഷ്കത്തിന് ഭ്രംശം വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി. കാരണം അവരുടെ ഫിക്കറെല്ലാം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പരീക്ഷണം അവർ കണ്ടുപിടിച്ചു എന്ന് നമുക്കിപ്പോ ഇജാസുൽ ഖുർആൻ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ അവരത് വ്യക്തമാക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് കാര്യം ഉണ്ടായത്, ഇവർ രണ്ടും മിക്സ് ആയിട്ട് വന്നപ്പോൾ അവിടെ മുസാഫായത്തും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഇവരുടെ മനസ്സിനെ അവർ കീഴടക്കി കഴിഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു തെർക്കീസ്, ഒരു നല്ല ഒരു ദീർഘവീക്ഷണ ബോധത്തോട് കൂടെയുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോയി എന്നതുകൊണ്ട് ആ ഒരു മിക്സ് ആയിട്ടുള്ള പഠനം തന്നെ മാറ്റിവെക്കലാണ് ഉത്തമം എന്ന് അവർ കണ്ടുപിടിച്ചു എന്നാണ്. നോക്കൂ, മഹാനായ പ്രവാചകൻ എത്രയോ കാലം മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയം അവർക്ക് ഇന്നിങ്ങനെ വെളിവായി വരികയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് നമുക്ക് തിരിയുമ്പോൾ ഈ മുസാഫാത്ത് കൊടുക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ രണ്ടാളും തമ്മിലുണ്ടാകുന്ന ആ ഒരു മാനസികമായ ഒരു ബന്ധം അവിടെ ഉണ്ടാക്കുകയാണ്. ആ കൈയോട് ചേരുമ്പോൾ ആ കൈയിലൂടെ ഈ കൈയിലേക്ക് ഉണ്ടാകുന്ന തണുപ്പത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അതുകൊണ്ടാണല്ലോ ഭാര്യയ്ക്ക് സലാം കൊടുക്കണം എന്ന് പറഞ്ഞത്, ഉമ്മാക്ക് കൊടുക്കാന്ന് നമ്മൾ പറഞ്ഞത്. കാരണം അവിടെ അതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയത്ത് അന്യ പെണ്ണാവുമ്പോൾ ആ ദൃഷ്ടിയും നോട്ടത്തിൽ തന്നെ അവിടെ തെറ്റി വരാൻ സാധ്യതകൾ ഏറെയായ സമയത്ത് ഇതും കൂടി വരുമ്പോൾ അത് പറയേണ്ടതില്ല. അപ്പോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ആ രീതിയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആയത്തിന്റെ മാന മനസ്സിലാക്കേണ്ടത്. എന്തോ ഒന്നിനു വേണ്ടിയിട്ട് നമ്മൾ ഇസ്ലാമിക നിയമത്തെ മാറ്റിമറിക്കേണ്ടതില്ലെന്നാണ്. പിന്നെ ഇന്നിപ്പോ ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം അത് നമ്മളവിടെ ഷെയ്ഖന്മാരിൽ നിന്നൊക്കെ കണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ കടന്നുകൂടിയത് യഹൂദി നസ്രാക്കളുടെ അവരുടെ പാരമ്പര്യമാണ് എന്നുകൂടി മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, വലൻ തർള അങ്കൽ യഹൂദ് വലൻ നസാറ ഹത്ത തച്ചബ്യ മില്ലത്തു എന്നാണ്. അതായത് അവരുടെ പാത നാം പിൻപറ്റുന്നതല്ലാതെ നമ്മുടെ പാത അവർ പിൻപറ്റുന്ന ഒരു രീതിയിലേക്ക് അവർ വരികയില്ല, അവർ തൃപ്തിപ്പെടുകയില്ലെന്ന് സൂറത്തുൽ ബഖറയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോ ഈ ഒരു ശൈലിയും രീതിയും അത് അവരിൽ നിന്ന് കടമെടുത്തതാണ്. അപ്പൊ അവരുടെ പാതയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ആ ഒരു രീതി അതും കൂടി മനസ്സിലാക്കിയിട്ട് ഒരിക്കലും നമ്മൾ ആ വഴിയിലേക്ക് പോവാതിരിക്കലാണ് ഏറ്റവും ഉത്തമം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഒരു തെറ്റാണ്, അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. അതുപോലെ ഇപ്പോൾ പലതും നമ്മൾ കേൾക്കും, നമ്മൾ അക്ഷയമായിട്ടും മറ്റുള്ളതൊക്കെ ശാസ്ത്രീകരണമൊക്കെ നമ്മൾ കേട്ടില്ലേ. അപ്പൊ അവിടെയൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിന് അതീതമായിട്ടുള്ള ഒരു മസല പറയാൻ നമുക്കാർക്കും പറ്റില്ല. അതുകൊണ്ട് കാര്യവുമില്ല. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ചോദിച്ചല്ലോ അത് കൊടുത്തിട്ട് നമ്മൾ ഇവരെ തോപ ചെയ്ത് അങ്ങനത്തെ തോപല്ല. അത് മനസ്സിലാക്കണം. തെറ്റ് ചെയ്യുക എന്നിട്ട് തോപ ചെയ്യുക എന്നുള്ളതല്ല. ഒരു തെറ്റ് നമ്മൾ സംഭവിച്ചു പോയാൽ ഇനി ഒരിക്കലും അങ്ങനത്തെ തെറ്റിലേക്ക് ഞാൻ ഇറങ്ങില്ല എന്ന ആ അസമ ചെയ്തുകൊണ്ട് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ തോപ ചെയ്യുക, അതാണ് തോപ പറയാ. അല്ലാതെ ഒന്ന് നമ്മൾ ചെയ്യുന്നു പിന്നെ പാശ്ചാത്പിക്കുക, പിന്നെ ചെയ്യുന്നു പാശ്ചാത്പിക്കുക, ആ ശൈലിയല്ല. അപ്പൊ തോപക്കുണ്ട് ചില ഹുക്കുമ്പുകളും നിബന്ധനകളും അതിന് ചില അടിസ്ഥാനങ്ങളും ഉണ്ട്. അപ്പൊ ആ വഴിയിലേ അത് പോവുള്ളൂ. അപ്പൊ പിന്നെ ഇവിടെ മറ്റൊരു വശം കൂടി ഞാൻ പറയട്ടെ. അതായത് ഇപ്പോ ചില സ്ഥലങ്ങളിൽ കളവ് പറയൽ അനുവദനീയമായ സ്ഥലങ്ങളിൽ എണ്ണിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഖുർആനുണ്ട്. അപ്പൊ നമ്മളെ എഴുതുന്നത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ വരുവാണ്, നമ്മൾ ദേഹോപദ്രവം ചെയ്യും, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും എന്ന് ഉറപ്പാകുന്ന സമയത്ത് സാധാരണ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്കവിടെ കളവ് പറയാം. കളവ് പറയൽ തെറ്റാണ്, പക്ഷെ ഇവിടെ നമുക്ക് കളവ് പറയൽ ജായിസാണ്. എന്നതുപോലെ നമ്മളിപ്പോൾ ഒരു സദസ്സിലേക്ക് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മറ്റുള്ള ഇസ്ലാമിക വിരോധികളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് അവരിങ്ങനെ കൈ തന്നുകൊണ്ട് അതിന്റെ പേരിൽ തന്നിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് കരുതിക്കൂട്ടി നിൽക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവുകയും അതിന്റെ പേരിൽ കലഹങ്ങളും കൊലയും കൊള്ളിവെപ്പും പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സമൂഹമധ്യേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ചുറ്റുപാട് സംജാതമാകുന്നു എന്ന ഒരു രീതിയിലാണ് എങ്കിൽ ആ വലിയ അപകട നിലയെ തരണം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഈ ഒരു ഭാഗം ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു അവസ്ഥയാണെങ്കിൽ, അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ നടക്കുന്നു എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മളെ മന്ത്രിമാരെന്നൊക്കെ കാണാറുണ്ടല്ലോ, അങ്ങനെ വന്നവർ അവർ ചെയ്യാറില്ല. പിന്നെ ഇവിടെ ചെയ്യുന്ന ഈ ആദത്ത് നമുക്ക് ഒരിക്കലും എടുക്കേണ്ടതില്ല എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. മറ്റേ സ്ഥലത്തുള്ളത് പോലെയുള്ള സലാം പറഞ്ഞ ആ വിഷയവും ഇതും രണ്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കഴിവതും അതിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ നമ്മുടെ ആ ഒരു മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അതിന്റെ ഗൗരവം അതിന്റെ ഭാവം അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ മാത്രമല്ല, ഇങ്ങനെ അന്യ പെണ്ണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുന്ന ഈ മുസാഫായത്ത് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളെ കുറിച്ച് ഇന്ന് ഇവരും ഗവേഷണത്തിലൂടെ ഒക്കെ കണ്ടെത്തി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ഇത് പ്രശ്നവുമില്ല, അങ്ങനെയാണുള്ളത്. അപ്പോ അത് ഇസ്ലാം അനുവദനിക്കുന്നില്ല എന്ന് തന്നെയാണ്. പിന്നെ വലിയൊരു കുഴപ്പവും കലഹവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഇതുകൊണ്ട് വന്നുകൂടുന്നു എന്നൊരവസ്ഥ വരുന്നു എങ്കിൽ അവിടെ ചില ഇളവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ അതില്.
അപ്പോൾ ആ കാര്യത്തിൽ അങ്ങനെയാണ് നമുക്ക് ഫിഖഹിൻ മസ്അലയിൽ നിന്നും ഫുഖഹായിന്റെ അഭിപ്രായങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ അറിയിക്കുന്നു. അവ്യക്തമായിട്ട് ഇനിയും വരുന്നു എങ്കിൽ അന്വേഷിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഭാഗം സ്പർശിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ പറയാനും അത് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹാക്കി തെരുമാറാവട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു അഅലം.